ആയിപ്പോയി. ഇതിന് മുന്നേ വന്നപ്പോഴും ഇതേ എനർജിയാണ്, ഇപ്പോഴും അതേ എനർജി. ഇതെങ്ങനെ സാധിക്കുന്നു? സത്യം പറഞ്ഞാൽ ഭയങ്കര ചാർജായിട്ടോ നമ്മുടെ സിനിമകളിലെ പാട്ടുകളിലുള്ള ഡാൻസ്, അടിപൊളി ഡാൻസ് ആയിരുന്നു. ഡാൻസ് ആയിരുന്നു. ആ വീഡിയോ ഭയങ്കര നമ്മുടെ സിനിമകളുടെ പല പല കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ വരുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ആ വീഡിയോയിൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ പ്രേമം കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. അപ്പോൾ പ്രേമം തിയേറ്ററിൽ കൊച്ചുകുട്ടികളായിരുന്നു കണ്ട കുട്ടികളാണ് ഇപ്പം എൻ്റെ മുമ്പിൽ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ സെൻറ്ററാസിലെ എൻ്റെ അനുജത്തിമാർക്കും ടീച്ചേഴ്സിനും മാനേജ്മെൻറ്റിനും നമസ്കാരം. എന്താ പറയുക, അത് ഇച്ചിരി ബ്ലാങ്കായി പോയിട്ടോ. യൂഷ്വലി ഇങ്ങനെ ഞാൻ ഇത്തരം പരിപാടികൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര സ്പീച്ച് നടത്തിയൊരു ശീലമൊന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ എനിക്കിവിടെ പറയാൻ തോന്നിയൊരു കാര്യം ഞാനിങ്ങനെ പറയാനാണ്. അതായത് ഞാൻ ആദ്യത്തെ സിനിമ ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ ആദ്യത്തെ ഒരു ഓഡീഷൻ സമയത്ത് എനിക്കൊരു കാലിലൊരു ആക്സിഡൻറ്റ് പറ്റിയൊരു സർജറി കഴിഞ്ഞ് കിടക്കായിരുന്നു. അപ്പോൾ ഈ ഒരു 40-45 ദിവസത്തോളം ബെഡ് റെസ്റ്റ് ആണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാൻ മാക്സിമം ടി വി കണ്ട് നോക്കി, ടി വി കണ്ട് ബോറടിച്ച് പയ്യെ പുസ്തകങ്ങളിലേക്ക് മാറും. അങ്ങനെ പുസ്തകം വായിച്ചു തുടങ്ങി. പുസ്തകം വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ആ സമയത്ത് വായിച്ചൊരു പുസ്തകമാണ് ദ ആൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം. അപ്പോൾ നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വായിച്ചിട്ടുണ്ടോ? ഈ ആൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകം തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു ഒരു ഓഡീഷൻ്റെ സമയത്ത്. അതായത് ഓഡീഷന് പോകണോ, പോയാൽ എനിക്ക് കിട്ടുമോ, കാരണം എനിക്ക് അങ്ങനെ ഒരു സിനിമ ആരും പരിചയക്കാരൊന്നും ഇല്ല, അപ്പോൾ പോകേണ്ട ആവശ്യമുണ്ടാവുന്നൊക്കെ ഒരു സെൽഫ് ഡൗട്ട് തോന്നിയ സമയത്ത് എനിക്ക് ധൈര്യം തന്നത് ആ പുസ്തകമാണ്. ഞാനങ്ങനെ രണ്ടും കൽപ്പിച്ച് ഈ ഓഡീഷന് പോയി വളരെ ധൈര്യത്തോടു കൂടി ഇതിനെ പങ്കെടുത്തു. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ആദ്യമായിട്ട് വിനീതിനൊക്കെ കാണുന്നത് അവിടെ വെച്ചിട്ടാണ്. ക്യാമറ ഫേസ് ചെയ്യുന്ന ആദ്യമായിട്ട് അവിടെ വെച്ചാണ്. കുറേ ലൈറ്റ്, കുറേ ആൾക്കാർ, കുറേ സിനിമാക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എന്തോ ചെയ്തു, അതിൽ എന്നെ സെലക്ട് ചെയ്തതിൻ്റെ ഭാഗമായി ആ സിനിമ എനിക്ക് ലഭിച്ചു. ആ സിനിമ ലഭിച്ചതിൻ്റെ ഭാഗമായി എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത്രയും സ്റ്റേജിൽ കയറാൻ പേടിയുള്ള ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓഡീഷന് പോകാൻ തീരുമാനമെടുത്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ആ പുസ്തകത്തിലെ ക്യാരക്ടർ ഒരു ജേർണി പോവാണ്, ഒരു യാത്ര പോവാണ്. അപ്പോൾ യാത്ര എവിടെ എത്തും എന്നുള്ളത് ആ ക്യാരക്ടറിന് അറിയില്ല. പക്ഷെ ആ യാത്ര ചെയ്യാൻ തീരുമാനിച്ചോടത്താണ് ആ ക്യാരക്ടറിൻ്റെ ലൈഫ് മാറുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ യൂണിയൻ ഇനാഗുറേഷൻ കഴിഞ്ഞു. യൂണിയൻ ഇനാഗുറേഷന് ജയിച്ച പലരും നിൽപ്പുണ്ട്, ജയിക്കാത്ത പലരും ഉണ്ട്. പക്ഷേ പാർട്ടിസിപ്പേഷൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് ആർട്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇത്രയും വീഡിയോസ് എനിക്ക് കാണാൻ പറ്റുന്നത്, ഈ ട്രിബ്യൂട്ട് എനിക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങളുടെ സ്നേഹം എനിക്ക് ലഭിക്കുന്നത്, എൻ്റെ പുതിയ സിനിമയെ ബെത്തലേം കുടുംബ യൂണിറ്റിൻ്റെ ഭാഗമായി വരാൻ പറ്റുന്നതല്ല. അന്ന് ഒരു ദിവസം ഞാൻ എടുത്ത ഡിസിഷനാണ് ടു പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല പല സിറ്റുവേഷൻസ് വരും, പല സെൽഫ് ഡൗട്ട്സ് വരും. നമുക്കൊരു ഫിയർ ഓഫ് ഫെയിലിയർ എപ്പോഴും ഉണ്ടാവും. ഞാൻ പങ്കെടുത്താൽ ഇത് എന്നെ കളിയാക്കോ, എന്നെ എല്ലാവരും കൂടി ട്രോളോ, ഇങ്ങനെ പല സെൽഫ് ഡൗട്ട് വരുമ്പോഴും നിങ്ങൾ എടുക്കേണ്ട ഒറ്റ തീരുമാനമുള്ളൂ, പാർട്ടിസിപ്പേറ്റ്. അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഭയങ്കര വലിയ ചേഞ്ചസ് ആണെന്ന്, വലിയൊരു ചേഞ്ച് ഉണ്ടാക്കുന്ന എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യമാണ്. അപ്പോൾ അത് ഇവിടെ വന്നപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നി. അതുപോലെ ഇവിടെ യൂഷ്വലി നമ്മൾ കോളേജിൽ പോകുമ്പോൾ സ്റ്റുഡൻസിനോടാണ് സംസാരിക്കാറ്. ഇവിടെ കുറേ ടീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിനോടും എനിക്ക് ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ട്. നമ്മളെപ്പോഴും ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന, നല്ല മാർക്ക് മേടിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലക്സ് പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്ന കുട്ടികളെ മാത്രമാണ് നമ്മൾ ബ്രൈറ്റ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ മികച്ച സ്റ്റുഡൻസ് എന്ന് പറയാറുള്ളൂ. പക്ഷെ ഒരു ക്ലാസ്സിലെ മികച്ച സ്റ്റുഡൻറ്റിൻ്റെ മികച്ച ടീച്ചറാവുന്നതിനൊപ്പം തന്നെ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും മികച്ച ടീച്ചറാവാൻ നിങ്ങൾക്ക് സാധിക്കണം. കാരണം ഇതേപോലെ ഈ ഉള്ളിൽ ഭയമുള്ള, ഫിയറുള്ള, മുമ്പോട്ട് വരാൻ മടിക്കുന്ന കുറേ ആൾക്കാർ ഇതിനകത്തുണ്ടാവും. പലരും
ഈ പേടിയൊന്നും ഇല്ലാതെ മുമ്പോട്ട് വരുന്നവരുണ്ടാവും. പക്ഷെ എനിക്കൊരു ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ അത്രയും ധൈര്യമില്ലാത്തവരാണ്. അവർക്കൊരു സപ്പോർട്ടും ഒരു മോട്ടിവേഷനും കൊടുക്കാൻ ടീച്ചേഴ്സിനും സാധിക്കണം. കാരണം ഞാൻ മുമ്പും കോളേജിൽ പോകുമ്പോൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഒരു വ്യക്തിയുടെ ലൈഫിലെ ഏറ്റവും മികച്ച മൊമെന്റ്സ് എന്ന് പറയുന്നത് അവരുടെ കോളേജ് ലൈഫാണ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാനൊക്കെ ഇപ്പോൾ തിരിച്ച് എപ്പോഴെങ്കിലും തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോളേജ് ലൈഫിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ഞാൻ മാത്രമല്ല, ഞാൻ സംസാരിക്കുന്ന എൻ്റെ കൂടെയുള്ള പല കൂട്ടുകാരും ആഗ്രഹിക്കുന്നതാണ്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു സമയമാണ് ഈ കോളേജ് ലൈഫ്. അപ്പോൾ നിങ്ങൾ ഈ കോളേജ് ലൈഫിൽ നിങ്ങൾ അടിപൊളിയായി എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് നിങ്ങൾ ജീവിക്കുക. അതുപോലെ ഇതൊരു വുമൻസ് കോളേജാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, എപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഫേസ് ചെയ്യുന്നവരാണ് നിങ്ങൾ. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല, ഈ ഡ്രസ്സ് ഇടാൻ പാടില്ല, നേരത്തെ വീട്ടിൽ കയറണം. ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വീടുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റൽ വാർഡ് അങ്ങനെ പലരിൽ നിന്നും നമുക്കൊരു എപ്പോഴും ഒരു റെസ്ട്രിക്ഷൻസ് ഫേസ് ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നാം, അയ്യോ ഇത് എന്നെ കൊണ്ട് പറ്റുന്നതാണോ, ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെയാണല്ലോ സംസാരിക്കുന്നതെന്ന് തോന്നാം. പക്ഷേ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, എൻ്റെ മനസ്സിൽ നിന്ന് പറയട്ടെ, നിങ്ങൾക്ക് ഓടിയെത്താൻ പറ്റാത്തൊരു അകലവുമില്ല, നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു ഉയരവുമില്ല, ചാടിക്കടക്കാൻ പറ്റാത്തൊരു ഹേർഡിൽസും ഇല്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുക, സമാധാനത്തിന് വേണ്ടി വർക്ക് ചെയ്യുക, നിങ്ങളുടെ ആഗ്രഹത്തിനും സ്വപ്നത്തിനും വേണ്ടി വർക്ക് ചെയ്യുക. ആരും ഒന്നും നിങ്ങളെ ചെയ്യാൻ പോകുന്നില്ല. ധൈര്യത്തോടെ മുമ്പോട്ട് പോകുക. അത്രയാണ് പറയാനുള്ളത്. നിങ്ങളുടെ കോളേജ് ജീവിതം അടിപൊളിയാവട്ടെ, ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഉണ്ടാവട്ടെ, നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവട്ടെ. ഇതേപോലെയുള്ള യൂണിയൻ ഇനാഗുറേഷനും മാർച്ചിലെ ഇനാഗുറേഷനൊക്കെ മാക്സിമം എൻജോയ് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ലൈഫ് അടിച്ച് പൊളിച്ച് ജീവിക്കുക. താങ്ക് യു. ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു സിനിമയാണ് അദ്ദേഹത്തിൽ. ഒരു ഭയങ്കര ബ്രീസി ആയിട്ടുള്ള, ഭയങ്കര ഹാപ്പി, ചെറിയ തമാശകളും ചെറിയ പ്രണയങ്ങളൊക്കെ ഉള്ള വളരെ രസകരമായിട്ടുള്ള ഒരു ഗിരീഷ് ഷെട്ടി ഫിലിമാണ്. നിങ്ങളൊക്കെ ഗിരീഷ് ഷെട്ടി സിനിമ കണ്ടിട്ടില്ലേ? ഇഷ്ടമാണോ ഗിരീഷ് ഷെട്ടി പടങ്ങൾ? അപ്പോൾ നമുക്ക് ഫാമിലിയിൽ നമ്മുടെ പാരൻസും നമ്മുടെ ഫ്രണ്ട്സായിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഭയങ്കര രസകരമായിട്ടുള്ള പടമാണ്. നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ പറയുന്ന ഒരു കഥയാണ്, ഒരു പെൺകുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിൽ പറയുന്ന കഥയാണ് ബദലെ കൊടുക്കുന്നത്. ചെറിയൊരു ചളക്കുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ചെറിയ ഗിഫ്റ്റും കൂടി ഉണ്ട്. Teresa is here with another small gift for you. പല ഓർമ്മയിലും വെച്ചേ. ഓക്കെ, താങ്ക് യു. Thank you so much. അപ്പോൾ പാട്ടായി, ഡാൻസായി, വീഡിയോ ആയി. ഓക്കെ, സോ മൈ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക്, ഈ ഓണത്തിന് അത് താങ്കളുടെ ഫ്രണ്ട്സിൻ്റെ 2 സിനിമ വരുന്നുണ്ട്. ഐ എം ഖലീഫും ഐ എം ഗെയിമിങ്. സോ ഞങ്ങൾ ഫാൻസ് എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഈ ഓണം ക്ലാഷ് കാരണം. എന്താണ് അതിനെക്കുറിച്ച് പറയാൻ, ഈ ഒരു പ്ലാൻ പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഇതിൽ എത്തിപ്പിടിക്കുന്നത്? പൃഥ്വിയുടെ ഖലീഫ് വരുന്നുണ്ട്, ദുൽഖറിൻ്റെ ഐ ആം ഗെയിം വരുന്നുണ്ട്, ഞങ്ങളുടെ ബദലെ യൂണിറ്റും വരുന്നുണ്ട്. എന്താ പറയുക, ഒരു സിനിമ അകത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് എല്ലാവരും വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ സിനിമയും ചെയ്യുന്നത്. ഇതെല്ലാം വളരെ ഖലീഫയും ഐ ആം ഗെയിമൊക്കെ വളരെ ബിഗ് ബഡ്ജറ്റിൽ വരുന്ന വലിയ സിനിമകളാണ്. നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം, എല്ലാ സിനിമകളും കാണണം. നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നിങ്ങൾ തിയേറ്ററിൽ വന്ന സിനിമ കണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണം തന്നെയാണ്. അത് ഞാനാണെങ്കിലും ദുൽഖറാണെങ്കിലും പൃഥ്വിയാണെങ്കിലും അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിലുള്ള ഒരു കഥയാണ്, ഒരു പെൺകുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിൽ ഒരു ചേട്ടനോട് തോന്നുന്ന ഒരു ഇഷ്ടമാണ് സിനിമ പറയുന്നത്.
എന്നാൽ അതിനകത്ത് നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, നമ്മുടെ ലൈഫ് ഉണ്ട്. നമ്മുടെ ബേസിക് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളിലൂടെ ആണ് ഈ കഥ പോകുന്നത്. ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയതാണ് ഓം ശാന്തി ഓശാന. അത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതാണ്. ഇങ്ങനെ നമുക്കിങ്ങനെ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു അതേപോലെ ഒരു ഫീൽ ബദലെ കുടുംബി കൂടി തരുമെന്നാണ് വിശ്വസിക്കുന്നത്. കുറേ ജാൻഡർ ചെയ്തിട്ടുണ്ട്, കുറേ സിനിമ ചെയ്തിട്ടുണ്ട്. അതിൽ ശരിക്കത്തെ നിവിൻ പോളി ഇതാണ് ലൈക്ക് ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെയാന്ന് തോന്നിയൊരു ഫിലിം ഉണ്ടോ? ഉമേഷിനറിയോ? ഒരു 80% ഉമേഷും ഒരു 20% ജോർജും. നമുക്ക് എല്ലാവർക്കും അറിയാം വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ്, നിവിൻ പോളിയൊക്കെ ഭയങ്കര ഒരു ട്രയമാണ്. അത് ഫുൾ ഓഫ് കോമഡി ക്യാവസ് ആയിട്ടുള്ള ഒരു ട്രയമാണ്. അപ്പോൾ ഒരു വടക്കൻ സെൽഫി ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് കൈവിട്ട് പോയൊരു മൊമെന്റ് ഷെയർ ചെയ്യുമോ? അതിലെല്ലാ സീനും അങ്ങനെയായിരുന്നു. ചിരി കൺട്രോൾ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എല്ലാ സിനിമയിലും ഞാനത് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. കാരണം എനിക്ക് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ അഭിനയിച്ച് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ എസ്പെഷ്യലി ഏറ്റവും അടുത്ത കൂട്ടുകാരൊക്കെ ഇമോഷണൽ സീൻസൊക്കെ ചെയ്യുന്ന അപ്പം തന്നെ എനിക്ക് ചിരി വരും. അപ്പോൾ എന്താണെന്നറിയില്ല, അത് എല്ലാവരും കൂടെ പറയും ക്യാരക്ടറായിട്ട് നിൽക്കണം, നിങ്ങൾ സിനിമയിൽ സീരിയസ് ആയിട്ട് കാണണം എന്നൊക്കെ പറയും. ഞാൻ അങ്ങനെയൊന്നും കാണാറില്ല. എൻ്റെ മൈൻഡിൽ 80% ഉമേഷ് ആയതുകൊണ്ട് ഞാൻ വളരെ 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 ലാഘവത്തോടു കൂടിയാണ് എടുക്കാറ്. അപ്പോൾ ഒരുപാട് സീനുകൾ ഇങ്ങനെ ചിരിച്ചു പോയി. എന്നാലും ഓർത്തിരിക്കുന്ന ഒരെണ്ണം ഷെയർ ചെയ്യൂ. അതിൽ ഞാൻ ഇന്റർവെൽ പഞ്ചിലൊരു സീനുണ്ട്. ഞാൻ അജുവിന് വഴക്കിട്ട് ഒരു ബെഡ്റൂമിൽ ഒരു ഇടി കൂടുന്ന ഒരു സീനുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു ദിവസം ഷൂട്ട് പോയി ചിരിയായിരുന്നു. 1 day. താങ്ക് യു.